ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രനും ഡേവിഡും അബിയും അവന്തികയും എല്ലാം ബിസിനസ്സിൽ ഒരു വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതുപോലൊരു വൻ തിരിച്ചടി നേരിടേണ്ടി വന്ന ആഘാതത്തിലാണ് അവരെല്ലാവരും. ബിസിനസ് മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് മാസ് എൻട്രി നടത്തി അനിയ ഡീൽ സ്വന്തമാക്കിയത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത് എന്റെ മാതൃശേട്ടന്റെയും ഒരു പ്ലാൻ ആയിരുന്നു എന്നൊക്കെ അനി അവരോട് പറയുന്നുണ്ട് കേട്ടോ. ആ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ ആകെ പകച്ചു നിൽക്കുന്ന ഡേവിഡിനോടും അബിയോടും അനി പറയുന്നുണ്ട് ഇതൊരു നിശബ്ദ പ്രതികരണമായിരുന്നു എന്നും താൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നൊക്കെ പറയുകയാണ്. ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് നിങ്ങൾ എന്ത് മാർഗവും സ്വീകരിച്ച് എന്നെ തടയാനുള്ള വഴി നോക്കിയാനെ. അങ്ങനെയാണല്ലോ അന്ന് മുംബൈയിൽ വെച്ച് ആദർശേട്ടനെ നിങ്ങൾ ജ്യൂസിലും മയക്കുമരുന്ന് കലർത്തി ഉറക്കി കിടത്തിയത്. അന്ന് അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് സംഭവിച്ചു. അത് ഇനിയും തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് അനി പറയുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാം നീ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ അബി ദേഷ്യപ്പെട്ട് തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അബിയുടെ മുന്നിലെ നാണം കെട്ട് തല കൊനിച്ച് നിൽക്കേണ്ടി വന്നത് അബിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ ജ്വല്ലറിയിൽ ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ഡീലായിരുന്നു ഇത്. ആദ്യത്തെ ഡീല് തന്നെ കൈവിട്ടു പോയ സങ്കടവും ദേഷ്യവും ഒക്കെ അബിയുടെ മുഖത്ത് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. എങ്കിലും മറുവശത്ത് തന്റെ ഭാവി മരുമകനാണല്ലോ വിജയം കൈവരിച്ചതെന്നൊക്കെ ഓർത്ത് നാഗേന്ദ്രൻ സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നാഗേന്ദ്രനോട് അവന്തിക അത് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പൊ അവനുണ്ടായ ഈ നേട്ടം നമ്മളെ ബാധിക്കുമെന്നും മോളും അവനും ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതുപോലുള്ള നേട്ടങ്ങൾ അനി കൈവരിക്കുന്നതെങ്കിൽ അത് കാണാൻ അച്ഛനും ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്രൻ. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നവരെ ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറി നമുക്ക് മീതെ എത്താൻ പാടില്ല എന്നൊക്കെ നാഗേന്ദ്രൻ ആ സമയത്തും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബിസിനസ്സും കുടുംബവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാഗേന്ദ്രനും നല്ല പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനിയും അവന്തിയും ഒന്നിച്ചതിന് ശേഷം മാത്രം മൂർത്തീസ് ജ്വല്ലറിക്ക് ഇനി ഒരു വളർച്ച ഉണ്ടായാൽ മതി എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തിയെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം തങ്ങൾക്ക് എവിടെയാണ് ഒരു പാഴ്ച പറ്റിയെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നാഗേന്ദ്രൻ തന്നെ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓരോ നീക്കങ്ങളും നാഗേന്ദ്രൻ രഹസ്യമായി തന്നെ നിരീക്ഷിക്കാനും തുടങ്ങുകയാണ്. എന്നാൽ ഇതിനിടയിലും എൻ ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത സ്വർണ്ണങ്ങളും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടുകളും എല്ലാം അനധികൃതമായി തന്നെ എത്തുന്നുണ്ടായിരുന്നു. എൻ ജ്വല്ലറിയുടെ ഈ നീക്കങ്ങൾ നവ്യ മനസ്സിലാക്കുന്നതോടെ നവ്യ തന്നെ ഈ വിവരങ്ങളെല്ലാം നന്ദുവിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നന്ദുവും കൂട്ടനും കൂടെ ഒരു റെയ്ഡ് തന്നെ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ നീക്കം അബിക്കും നാഗേന്ദ്രനും ഡേവിഡിനും ഒക്കെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കള്ളക്കടത്ത് സ്വർണത്തിന്റെയും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടിന്റെയും സോഴ്സ് കണ്ടെത്താനും അതുപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനുയായികളെ കണ്ടെത്താനും നന്ദു ഓരോരോ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നന്ദുവിന്റെ അന്വേഷണം പരിധി കിടക്കുന്നതോടെ അബിക്കും ഡേവിഡിനും അതുപോലെ നാഗേന്ദ്രനൊക്കെ ചെറിയൊരു ഭയവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ പാകപ്പിഴ സംഭവിച്ച് അവളുടെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ പോലും താൻ ഇത്രയും നാളും പടുത്തുയർത്തിയ എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ തകർന്നടിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എൻ ജ്വല്ലറി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള തിരിമറികളും തട്ടിപ്പുകളും ഒക്കെ നടത്തിയിട്ട് തന്നെയാണ്. അല്ലാതെ നേരായ മാർഗത്തിലോ സത്യസന്ധമായോ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും ഇതുപോലുള്ള സെയിൽ നടത്താനാവില്ല. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ പല കളികളും നടക്കുന്നുണ്ടെന്നും അതൊക്കെ തെളിവുകളില്ലാതെ പൂട്ടാൻ കഴിയില്ലെന്നും ഒക്കെയുള്ളത് നന്ദുവിനും അതുപോലെ തന്നെ ആദർശനും ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തക്ക തെളിവിനായി നന്ദുവും കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ അബിക്ക് നല്ലൊരു മുട്ടൻ പണി കിട്ടുകയും ഡേവിഡിനെ നന്ദു അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡേവിഡിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള അറസ്റ്റ് നാഗേന്ദ്രനെ ഒരുപാട് കുരുക്കിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഡേവിഡിന്റെ കണ്ണിൽ നന്ദുവിനോടുള്ള പകയും അടങ്ങാത്ത ദേഷ്യവും ഉണ്ടായിരുന്നു. നന്ദുവിന്റെ ഈ നീക്കം അബിയും നാഗേന്ദ്രനെയും അവന്തിയൊക്കെ ഒരുപാട് ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡേവിഡിനെ പുറത്തിറക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശന്റെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് ഡേവിഡിനെ അവർക്ക് ഇറക്കിക്കൊണ്ട് പോകാനും കഴിയാതെ വരികയാണ്. അതോടെ നന്ദുവിനോടുള്ള ദേഷ്യം അവർക്ക് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. നന്ദുവിനെ കൊന്നിട്ടാണെങ്കിലും ഡേവിഡിനെ നമുക്ക് സേഫായിട്ട് തിരികെ കൊണ്ടുവരണം. കാരണം നമ്മുടെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ഡേവിഡിന് അറിയാം. പോലീസ് മുറയിൽ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ അയാൾ അതൊക്കെ പറഞ്ഞെന്ന് വരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാര്യം പിന്നെ കട്ടപ്പോകെയാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും പിന്നെ നടക്കണമെന്നില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഡേവിഡിനെ ഇറക്കിക്കൊണ്ട് വന്നേ മതിയാകുള്ളൂ എന്ന് നാഗേന്ദ്രൻ അബിയോട് തന്നെ പറയുന്നുണ്ട്. കുറച്ച് ഗുണ്ടകളെ വെച്ച് അവളെ അങ്ങ് കൊന്നു തള്ളിയേക്കാൻ പറഞ്ഞാലോ അച്ഛാ എന്നിങ്ങനെ നമ്മുടെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയും നാഗേന്ദ്രനും അവന്തിയൊക്കെ കൂടി നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളയാനുള്ള തീരുമാനത്തിലെത്തുകയാണ്. അവന്തികയ്ക്കും നന്ദുവിനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം അനിയുടെ മനസ്സിൽ കയറിപ്പറ്റിയവളാണല്ലോ നന്ദു. അവൾ അനിയേട്ടന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ അനിയേട്ടൻ എന്നെ മൈൻഡ് ചെയ്യാത്തത്. അതുകൊണ്ട് അനിയേട്ടന്റെ മനസ്സിൽ നിന്ന് അവളെ എന്നേക്കുമായിട്ട് ഇല്ലാതാകണം. അവളെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാതാക്കുന്നതാച്ചാൽ നല്ലതെന്നൊക്കെ അവന്തികയും പറയുന്നുണ്ട്.
അതേ അഭിപ്രായം തന്നെയാണ് അബിക്കും. കാരണം തന്നെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചവളല്ലേ നന്ദു. അതുകൂടാതെ അവൾ എന്നെ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ വെച്ച് എന്നെ കൊച്ചാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ചേർത്ത് നമ്മൾ ഇന്ന് നമുക്കൊരു ശിക്ഷ വിധിക്കാൻ പോവാന്നൊക്കെ പറയുകയാണ് കേട്ടോ അബി. നന്ദുവിനെ തട്ടിക്കൊണ്ട് വരാനായിട്ട് അവർ കുറച്ച് ഗുണ്ടകളൊക്കെ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പണത്തോടുള്ള ആർത്തി കാരണം നാഗേന്ദ്രൻ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. നയന ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ആത്മാർത്ഥമായ പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് അബിക്ക് ഉറപ്പാണ്. തറവാട് വിട്ടു പോയിട്ടും അവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവൾ സ്വന്തം ഭർത്താവിനെയും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മുടെ അബി ഇങ്ങനെ പറയുന്നുണ്ട്. അവർ തമ്മിൽ പുറമെ പിണക്കം കാണിക്കുന്നുണ്ടെങ്കിലും ആദർശും അനിയും തമ്മിലുള്ള കൂട്ടുകെട്ടും അതുപോലെ നയനയുടെ ബുദ്ധിയിൽ വെച്ച ഡിസൈൻസുമാണ് അവരെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും തങ്കുപറ്റിയ ഈ ഒരു വീഴ്ച കാര്യമായി ചർച്ച ചെയ്യുകയും അതിനെ മറികടക്കാൻ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. നന്ദുവിനെ വകവരുത്തിയതിനു ശേഷം കമ്പനി വീണ്ടും സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും AM ജ്വല്ലറി തന്നെ ഒന്നാമതായി എത്തുമെന്നും അവന്തിക അനിയെ വിവാഹം കഴിച്ച് മൂർത്തീസ് ജ്വല്ലറി അധികം വൈകാതെ തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നൊക്കെ അവരെല്ലാവരും ഇരുന്ന് മനക്കോട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരികെ വീട്ടിലേക്ക് എത്തുന്ന അബിയെ ആ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ AM ജ്വല്ലറിക്ക് ഒരുപാട് നാണക്കേട് ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അബിയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യ. നവ്യ പറയുന്ന ഒന്നും തന്നെ വകവയ്ക്കാതെ അബി നാഗേന്ദ്രനും അവന്തികയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ചോടെ നിൽക്കുകയാണ്. അബി അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഡേവിഡിന്റെയൊക്കെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം നവ്യയ്ക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല അബിയും ഡേവിഡും ഈ മറിഞ്ഞിരിക്കുന്ന ആളും തമ്മിൽ എന്തോ വലിയൊരു ബന്ധമുണ്ടെന്നൊക്കെയുള്ളത് നവ്യ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും AM ജ്വല്ലറിയെയും അതുപോലെ അബിയെയും തകർക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് നവ്യയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. AM ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള ആദ്യ ഡീലിൽ തന്നെ അബി തോറ്റ് തൊപ്പിയിടേണ്ടി വന്നത് നവ്യയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ഡീലിൽ AM ജ്വല്ലറി പരാജയപ്പെടാൻ വേണ്ട സഹായങ്ങളൊക്കെ നവ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. നവ്യാണല്ലോ ആദർശേട്ടന് ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചോർത്തി കൊടുത്തത്. ഇനിയും AM ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ആദർശേട്ടനും നന്ദുവിനും ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് നവ്യ ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഈ ഒരു ഡീല് നഷ്ടമായത് AM ജ്വല്ലറിക്കുണ്ടായ കനത്ത പ്രഹരമാണെന്നും അതിനെ മറികടക്കാൻ അടുത്ത മാർഗം സ്വീകരിക്കണമെന്നൊക്കെയുള്ളത് അബിയും ഡേവിഡും നാഗേന്ദ്രയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരൊറ്റ ഡീല് നഷ്ടമായതോടുകൂടി AM ജ്വല്ലറിയുടെ ഷെയറുകളെല്ലാം കുത്തനെ ഇടുകയും മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയറുകളൊക്കെ ഒരുപാട് കൂടുകയും ചെയ്തിട്ടുണ്ട്. വിഷു നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓണം ഉറപ്പായും ഞങ്ങൾ തന്നെ ആയിരിക്കും നേടാൻ പോകുന്നതെന്നൊക്കെ അനി അവരെ വെല്ലുവിളിച്ചിട്ടും കൂടിയാണ് പോയത്. ആ ഒരു ദേഷ്യം അബിക്ക് നന്നായിട്ട് അനിയോടുമുണ്ട്. താൻ ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് AM ജ്വല്ലറി എന്നും അതിങ്ങനെ തകർന്നു പോകുന്ന കാണാൻ തനിക്കാവില്ലെന്നും എങ്ങനെയും ബിസിനസ് തിരിച്ചു പിടിക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ബിസിനസ് തിരിച്ചു പിടിക്കാനായി നമ്മൾ ഒരുപാട് സ്വർണം ഇറക്കുമതി ചെയ്യണമെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ഒക്കെ ഒരുപാട് ഇറക്കി ഡയമണ്ട് ആഭരണങ്ങൾക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് നമ്മൾ കള്ളക്കടത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതെന്നും അത് കപ്പൽ മാർഗമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. AM ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അബിക്ക് മനസ്സിലാകും വിധം നാഗേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വിഷുവിന് എങ്ങനെയായിരുന്നു നമ്മുടെ ജ്വല്ലറികളിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ ഓണത്തിനും നമ്മുടെ ജ്വല്ലറിയിൽ ആയിരിക്കണം എല്ലാ കസ്റ്റമേഴ്സും. അതുപോലെ വൻ വിലക്കുറവിലും ഓഫറിലും നമ്മുടെ ആഭരണങ്ങളൊക്കെ വിറ്റഴിക്കണം. അതുവഴി നമുക്ക് ബിസിനസ്സിൽ ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ജ്വല്ലറികളിൽ ബിസിനസ് അധികമായ ഇതുപോലുള്ള പല ഡീലുകളും നമ്മളെ തേടിയെത്തും എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ മാളവികയോടെ ചെറിയ അടുപ്പമുള്ള രീതിയിൽ അബി പെരുമാറുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഡിസൈൻസ് ഒക്കെ വരയ്ക്കണമെന്നൊക്കെ കൽപ്പിച്ചുകൊണ്ട് അബി നിരന്തരം മാളവികയെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാളവികയ്ക്കും അവിടെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാണ് കേട്ടോ. അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അബി തന്റെ മേലിൽ ഒരുപാട് അധികാരം കാണിച്ചാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്നൊക്കെ മാളവിക ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അവന്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാമല്ലോ മാളവികയെ. ഇപ്പൊ അവൻ ആ ഡീല് നഷ്ടമായതിന്റെ ദേഷ്യമായിരിക്കും കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മാളവികയോട് അവൻ എന്തായാലും അത്ര മോശമായിട്ട് പെരുമാറുമൊന്നുമില്ല. അവന്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള വഴിയില്ല. അതുകൊണ്ട് മാളവിക അവനുമായിട്ട് കുറച്ചുകൂടെ അടുപ്പം കാണിച്ചാൽ മതി. പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ വരച്ചിട്ട് അവനോടൊരു അഭിപ്രായം ചോദിക്കുന്നത് അവന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ ഒരു മാർഗമാകുമെന്നും അവന്റെ കയ്യിൽ നിന്നും നമുക്ക് കുറെ രഹസ്യങ്ങൾ ചോർന്നു കിട്ടുമെന്നും മാളവികയോട് പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ ആദർശിന്റെ നിർദ്ദേശപ്രകാരം മാളവിക അബിയുമായിട്ട് കുറച്ചുകൂടെ അടുപ്പം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. AM ജ്വല്ലറിയുടെ തുടർന്നുള്ള നീക്കങ്ങൾ മനസ്സിലാക്കാൻ അത് ഒരുപാട് സഹായിക്കുമെന്ന് ആദർശ് നയനയും കൂടി വിചാരിക്കുകയാണ്. മാളവികയെ തന്റെ വലയിലേക്ക് വീഴ്ത്താൻ വേണ്ടി അബിയും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മൂർത്തീസ് ജ്വല്ലറിക്ക് ഇതുപോലൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ അനിയെ പ്രശംസിച്ചുകൊണ്ട് അവന്തിക അനിയുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അനിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവന്തികയോട് ആ സമയം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. നന്ദു ആണ് തന്റെ മനസ്സിലെന്നും അവളെ അല്ലാതെ മറ്റു ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും പറയുകയാണ് അനി.
ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവളെ അല്ലാതെ മറ്റാരും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല എന്നൊക്കെ അനി തറപ്പിച്ച് പറയുന്നുണ്ട്. അതും കൂടെ കേട്ടപാടെ അവന്തിക ആകെ ഷോക്കായി നിൽക്കുകയാണ്. അനിയുടെ മനസ്സിൽ നന്ദുന് മാത്രമേ സ്ഥാനമുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു കഴിയുന്നതോടുകൂടി അനിയോടും അവന്തിക്ക് കടുത്ത പകയായി മാറുന്നുണ്ട്. തന്റെ ഇഷ്ടം തിരിച്ചറിയാതെ തന്നെ അവഗണിച്ച അനിയോട് കടുത്ത വൈരാഗ്യമായി മാറിയിരിക്കുകയാണ് അവന്തികയ്ക്ക്. അതുകൊണ്ട് തന്നെ അച്ഛനായ നാഗേന്ദ്രനോട് അവന്തിക ഈ കാര്യങ്ങളെല്ലാം പറയുകയും അനിയുടെ ജീവിതത്തിൽ നിന്ന് നന്ദുവിനെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണമെന്നും പറയുകയാണ്. എന്റെ മോളുടെ ആഗ്രഹം എന്ത് വില കൊടുത്തും സാധിച്ചു തരാൻ അച്ഛൻ ബാധ്യസ്ഥനാണെന്നും പറഞ്ഞ് നാഗേന്ദ്രൻ അനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നന്ദുവിനെ ഒഴിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. നേരത്തെ തന്നെ നന്ദുവിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ കൂടെയാണ് ഇതുപോലുള്ള തകർച്ചകളും അവർക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരം കിട്ടിയ നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവർ വ്യക്തമായ പ്ലാനിങ്ങുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ രഹസ്യ പ്ലാനുകളെല്ലാം തന്നെ നവ്യ കേൾക്കാൻ ഇടയാവുകയും നവ്യ ഈ വിവരങ്ങളെല്ലാം തന്നെ നന്ദുവിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജ്വല്ലറിക്ക് ആവശ്യമായ കളക്കടത്ത് സ്വർണം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കപ്പൽ മാർഗം വരുന്നുണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നവ്യ മനസ്സിലാക്കിയിട്ട് അതൊക്കെ സുഹൃത്ത് വഴി നന്ദുവിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തന്നെ നന്ദു മുന്നിട്ടിറങ്ങുകയും കപ്പൽ മാർഗം എത്തിയ കള്ളക്കടത്ത് സ്വർണം കൈയോടെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം പിടികൂടുകയും ഡേവിഡിന് പിന്നാലെ അബിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം മകനെ വീണ്ടും നന്ദു അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന വാർത്തയൊക്കെ അറിഞ്ഞ് ഇനിയും താൻ ഇവിടെ മറഞ്ഞിരുന്നിട്ട് കാര്യമില്ലാന്നും തന്റെ വിശ്വരൂപം പുറത്തു കാണിക്കണമെന്നും നാഗേന്ദ്രൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അബിയും ഡേവിഡിനെയും ജാമ്യത്തിലിറക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഡേവിഡ് അല്ല നാഗേന്ദ്രനാണെന്നും നാഗേന്ദ്രൻ ആരാണെന്നുള്ള കാര്യങ്ങളും എല്ലാവരും തന്നെ അറിയുകയും ചെയ്യുന്നുണ്ട്. അബിയുടെയും അവന്തികയുടെയും അച്ഛനായ നാഗേന്ദ്രൻ ജലജപ്പച്ചിയുടെ ഭർത്താവ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ തറവാടിൽ നിന്നും അടിച്ചിറക്കി വിട്ട നാഗേന്ദ്രൻ അയാൾ മുത്തശ്ശനോടും അനന്തപുരി തറവാടിനോടുമുള്ള പക പോക്കാനാണ് എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തിയതെന്നും ഇതുപോലെ മറഞ്ഞിരുന്ന് ഞങ്ങളെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയുള്ളത് എല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നപ്പോഴേക്കും പിടിച്ചു നിൽക്കാനായി നന്ദുവിന്റെ കഥ കഴിക്കാനായി തന്നെ നാഗേന്ദ്രനും അബിയും ഡേവിഡും ഒക്കെ തീരുമാനിക്കുകയും അങ്ങനെ അവർ ഏർപ്പാട് ചെയ്തിട്ടുള്ള ഗുണ്ടകൾ നന്ദുവിനെ കടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരാരും പ്രതീക്ഷിക്കാതെ അബിയുടെ നീക്കങ്ങൾ ഓരോന്നായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവ്യ. ഒടുവിൽ തന്റെ അനിയത്തിയെ കടത്തിക്കൊണ്ട് പോയത് അബിയും അതുപോലെ നാഗേന്ദ്രയും കൂടിയിട്ടാണെന്നും തന്റെ സ്വന്തം അനിയത്തിയായ നന്ദുവിനെ തന്നെ വക വരുത്താനുള്ള തീരുമാനമാണ് ഇവർ എടുത്തിരിക്കുന്നതെന്നൊക്കെയുള്ളത് നവ്യ അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ തന്നെ ഈ വിവരങ്ങളെല്ലാം ആദർശേട്ടനെയും അതുപോലെ അനിയെ അറിയിക്കുകയും അവർ കറക്റ്റ് സമയത്ത് അവിടെ എത്തി നന്ദുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രന്റെയും ഡേവിഡിന്റെയും അബിയുടെയും ക്രൂരതകളിൽ നിന്ന് തലനാരിഴയ്ക്ക് നന്ദു രക്ഷപ്പെടുകയാണ്. ഇതിനൊക്കെ ആദർശനെയും അനിയും സഹായിച്ചത് നവ്യ ആണെന്നും നവ്യ തങ്ങളെ ഇത്ര നാളും ചതിക്കുകയായിരുന്നു എന്നൊക്കെ അവർ ആ നിമിഷത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അബിയും ഡേവിഡും കൂടെ തന്നെ ചതിച്ചതിനാണ് താൻ ഇതുപോലെ ഒരു പ്രതികാരം ചെയ്തതെന്ന് നവ്യ അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബിയുടെ എല്ലാ കള്ളക്കളികളും മനസ്സിലാക്കിയിട്ട് തങ്ങളെ സഹായിക്കാൻ വേണ്ടി അബിയോടും ഡേവിഡിനോടും സ്നേഹത്തിൽ നിൽക്കുന്ന പോലെ അഭിനയിക്കുമായിരുന്നുവെന്നും അബിയുടെയും ഡേവിഡിന്റെയും നാഗേന്ദ്രൻ്റെയൊക്കെ നാശം കാണാനായി കൊതിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ നവ്യ വെളിപ്പെടുത്തുന്നതോടുകൂടി തന്നെ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നോട് തന്നെ എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യവും നാഗേന്ദ്രനെയും അബിയും ഡേവിഡിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ ജ്വല്ലറിയുടെ എല്ലാ കള്ളക്കളികളും അവസാനിപ്പിച്ച് എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ പൂട്ടുകയാണ് നന്ദുവും കൂട്ടരും. പിന്നീട് ആദർശം നയനയും എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് തിരികെ അനന്തപുരിയിൽ സന്തോഷത്തോടെ എത്തുകയും ചെയ്യുന്നുണ്ട്.